ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെൽഫോണിൽ ഏറ്റവും പുതിയ വാർത്തകളുമായി എത്തുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 126ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി മാസം 27-ാം തീയതി. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങളുടെ പ്രേക്ഷകരോട് വീണ്ടും ഒരു അപേക്ഷയുണ്ട്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ ഷെയർ, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എല്ലാം ഈ മാധ്യമ പ്രവർത്തനത്തിന് എപ്പോഴും പ്രോത്സാഹനമായിരിക്കും. അതുകൊണ്ട് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാധ്യമ സുവിശേഷ പ്രവർത്തനത്തിൽ സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. ഇസ്രായേൽ സന്ദർശിച്ചുകൊണ്ടിരുന്ന ശ്രീ നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിൽ പ്രസംഗിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം നെസറ്റിലെത്തിയ നരേന്ദ്രമോദിയെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. 2 ദിവസത്തെ സന്ദർശനം ഫെബ്രുവരി മാസം 25-26 തീയതികളിൽ അദ്ദേഹം പൂർത്തിയാക്കി. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുവാൻ താൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ 3.5 കോടി ജനങ്ങൾ മരിക്കുമായിരുന്നുവെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസ്താവിച്ചു. അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് ഓപ്പറേഷനിലൂടെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്ന് അവകാശപ്പെടുമ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഫെബ്രുവരി 25-ന് നടന്ന അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ 108 മിനിറ്റ് തുടർച്ചയായി സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു. അമേരിക്കയുടെ സുവർണ യുഗം എന്നാണ് സംയുക്ത സമ്മേളനത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചത്. ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരായിട്ടും അതിർത്തിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചും താരിഫ് ഏർപ്പെടുത്തിയും അമേരിക്കയുടെ സുവർണ യുഗം തുടരുകയാണെന്നും അദ്ദേഹം സംയുക്ത സമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചു. അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ജൂലൈ 4-ന് വിപുലമായിരിക്കുന്ന ആഘോഷ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്നേ ദിവസം അമേരിക്കയെ ദൈവ മുമ്പിൽ സമർപ്പിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം മുമ്പ് സംസാരിക്കുകയുണ്ടായി. ഫെലോഷിപ്പ് ഓഫ് പെന്റക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 21-ന് നടന്ന മാസയോഗത്തിൽ വലിയ ജനക്കൂട്ടം പങ്കെടുത്തു. റിവൈവൽ ഇൻ്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മേളനത്തിന് പാസ്റ്റർ ബാബു കുമ്പഴ നേതൃത്വം നൽകി. പാസ്റ്റർ ഫിന്നി മാത്യു, പാസ്റ്റർ ലിജോ ജോർജ് എന്നിവർ ദൈവവചനം സംസാരിച്ചു. വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം അനുഭവപ്പെട്ട സമ്മേളനത്തിൽ FECC ഭാരവാഹികളായ പാസ്റ്റർ സേവ്യർ ജെയിംസ്, പാസ്റ്റർ MG ജോൺസൺ എന്നിവർ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. അടുത്ത മാസയോഗം മാർച്ച് മാസം 21-ന് പാസ്റ്റർ പ്രിൻസ് പോൾ ശുശ്രൂഷിക്കുന്ന ഏലിയോസ് ചർച്ച് അസംബ്ലിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ജൂലൈ മാസം ആദ്യ ആഴ്ചയിൽ ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് പിസിന കോൺഫറൻസിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച ഒക്ലഹോമയിൽ വെച്ച പിസിനാക് റൂട്ട്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സമ്മേളനം നടന്നു. ഒക്ലഹോമയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്ത സമ്മേളനത്തിൽ പിസിനാക്കിൻ്റെ ദേശീയ ഭാരവാഹികൾ പങ്കെടുത്തു. മാർച്ച് മാസം 1-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഷിക്കാഗോയിലുള്ള ലോക്കൽ വോളണ്ടിയേഴ്സിൻ്റെയും ലീഡേഴ്സിൻ്റെയും ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് പിസിനാക്കിൻ്റെ ലോക്കൽ ഭാരവാഹികൾ അറിയിക്കുന്നു. ഹൂസ്റ്റൺ പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പ് HPFൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന വാർഷിക കൺവെൻഷൻ സമാപിച്ചു. പാസ്റ്റർ റോയ് മർക്കാര, ആൻഡ്രൂ ബിൻഡെ എന്നിവർ ദൈവവചനം സംസാരിച്ചു. ലിവിംഗ് വാട്ടേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചാണ് ഈ വർഷത്തെ കൺവെൻഷൻ നടന്നത്. ട്രംപ് ഭരണത്തിൽ അമേരിക്കൻ ജനത സന്തുഷ്ടരല്ല എന്ന് സർവേ റിപ്പോർട്ടുകൾ. ഭൂരിഭാഗം ജനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അസന്തുഷ്ടരാണെന്ന് സർവേയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നു. പ്രധാന ദേശീയ മാധ്യമങ്ങളായ ABC, വാഷിങ്ടൺ പോസ്റ്റ് എന്നിവർ നടത്തിയ സർവേയിലാണ് ജനങ്ങളുടെ അതൃപ്തി രേഖപ്പെടുത്തിയത്. സുപ്രീം കോടതി ട്രംപിൻ്റെ ആഗോള തീരുവകൾ റദ്ദാക്കുന്നതിന് മുമ്പേ നടത്തിയ സർവേയാണ് ജനങ്ങൾ തങ്ങളുടെ അതൃപ്തി വിവിധ രംഗങ്ങളിലായി രേഖപ്പെടുത്തിയത്. തീരുവ നയം, പ്രവാസി നയം, വിദേശ നയം തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും ഭൂരിപക്ഷം ജനങ്ങളും എതിരഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം
നടന്ന സ്റ്റേറ്റ് ഓഫ് യൂണിയൻ അഡ്രസ്സിൽ ശ്രീ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ സുവർണ യുഗത്തിലാണ് അമേരിക്കൻ ജനത ജീവിക്കുന്നത് എന്നാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടത്. അമേരിക്കയിൽ പ്രകടമായിരിക്കുന്ന പല മാറ്റങ്ങളുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ചില പ്രത്യേക നയങ്ങളിൽ ജനങ്ങൾ ആശങ്ക ഉള്ളവരാണെന്നാണ് സർവേയുടെ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 3 ലക്ഷം കോടി രൂപ പിന്നിട്ട് കേരളത്തിലെ പ്രവാസി നിക്ഷേപം. കേരളത്തിലെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് പ്രവാസികളുടെ, കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന, വിദേശങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ അയക്കുന്ന പണമാണല്ലോ കേരളത്തിൻ്റെ പ്രധാന സോഴ്സ് ഓഫ് ഇൻകം. അത് 3 ലക്ഷം കോടി രൂപ കഴിഞ്ഞ മാസം പിന്നിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗൾഫിന് പുറമെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും തൊഴിൽ അന്വേഷിച്ചെത്തിയ അവർ അയക്കുന്ന പണത്തിൻ്റെ അളവാണ് ഈ അടുത്ത സമയത്ത് കേരളത്തിൽ കൂടിയത്. കേരളത്തിലെ പ്രവാസികൾ അയക്കുന്ന പണം ഗണ്യമായി വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പരേതനായ പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ രണ്ടാമത്തെ മകൻ ഡോക്ടർ മാത്യൂസ് ഫിന്നി 83 വയസ്സ് കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് പ്രവേശിച്ചു. വടവാതൂർ ഷാലിം ബൈബിൾ കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. വേൾഡ് വിഷൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായി ഡയറക്ടർ ലെവലിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം കുറേ നാളുകളായി ശാരീരിക അസ്വസ്ഥതയിൽ വടവാതൂരുള്ള ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. സഹോദരൻ പാസ്റ്റർ ഈശോ ഫിലിപ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ വെച്ച് നിത്യതയിൽ പ്രവേശിച്ചിരുന്നു. ഏക സഹോദരി ഗ്ലോറി ജീവിച്ചിരിപ്പുണ്ട്. സംസ്കാരം ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച വൈകിട്ട് അനുസ്മരണ യോഗവും ശനിയാഴ്ച രാവിലെ വടവാതൂർ ഷാലിം ബൈബിൾ സ്കൂളിൽ വെച്ച് നടക്കുന്ന പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം IPC എബനസർ വടവാതൂർ സഭയുടെ സെമിത്തേരിയിൽ നടത്തും. മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് അന്തരിച്ച ഡോക്ടർ മാത്യൂസ് ഫിന്നിയുടെ അനുസ്മരണാർത്ഥം ഒരു പ്രത്യേക സൂം മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സിസ്റ്റർ മോളി ഫിന്നി, മക്കൾ ഡോക്ടർ ഫിലിപ്പ് ഫിന്നി, അദ്ദേഹം ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ്, ഡോക്ടർ പ്രീതി സാറ സാമുവൽ അമേരിക്ക, ഡോക്ടർ ജാഫ് ഫിന്നി എന്നിവരാണ് അന്തരിച്ച ഡോക്ടർ മാത്യൂസ് ഫിന്നിയുടെ മക്കൾ. മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച സെൻട്രൽ സമയം 7 മണിക്ക് നടക്കുന്ന സൂം മീറ്റിങ്ങിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ പ്രത്യേകം ഓർപ്പിക്കുന്നു. എലിയോസ് ഫുൾ ഗോസ്പൽ അസംബ്ലി സഭാംഗങ്ങളായ ജോബി സ്റ്റീഫനും മാർട്ടിൻ തോമസും കഴിഞ്ഞ ദിവസം വാർത്താ പ്രാധാന്യം നേടി. കഴിഞ്ഞ ആഴ്ചയിൽ അവർ സോക്കർ കളിക്കുന്നതിനിടയിൽ ഒരു പാകിസ്ഥാൻ സ്വദേശിക്ക് കുഴഞ്ഞു വീഴുകയും അവർ CPR നൽകി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുമാണ് അവർക്കിടെ വാർത്താ പ്രാധാന്യം നേടുവാനിടയായി തീർന്നത്. WGN ന്യൂസ് ഉൾപ്പെടെ അവരെ പ്രശംസിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവർ താമസിക്കുന്ന ഗ്ലെൻഡൈൻ ഹൈറ്റ്സിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക ആദരവ് നൽകി അവരെ ആദരിക്കുകയുണ്ടായി. ഈ സമയത്ത് ജോബി സ്റ്റീഫനും മാർട്ടിൻ തോമസിനും ഷിക്കാഗോ പെൻഡക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേക ആദരവുകൾ അടുത്ത മാസം നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് നൽകുന്നതാണ്. ഞങ്ങളും ഈ സമയത്ത് അവരെ അനുമോദിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പേര് ഇനി മുതൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലുമെല്ലാം കേരളം എന്നാക്കുവാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇനി കേരള എന്നോ കേരൾ എന്നോ അറിയപ്പെടാതെ കേരളം എന്ന് തന്നെയായിരിക്കും തുടർന്നുള്ള സമയങ്ങളിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, സംസ്ഥാനത്തിൻ്റെ പേര് അറിയപ്പെടുക. ദീർഘനാളുകളായിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ് കേന്ദ്ര സർക്കാർ പരിഗണിച്ചത്. IPC കാനഡ റീജിയൻ്റെ പ്രസിഡൻ്റായി പാസ്റ്റർ എബി കെ ബെൻ, വൈസ് പ്രസിഡൻ്റായി പാസ്റ്റർ സാബു വർഗീസ്, സെക്രട്ടറിയായി പാസ്റ്റർ ബെറിൻ ബേബി തോമസ്, ജോയിൻറ്റ് സെക്രട്ടറിയായി പാസ്റ്റർ ബ്ലസൻ വർഗീസ് സാം, ട്രഷററായി ബ്രദർ സെയിൻ മാത്യു എന്നിവർ ഉൾപ്പെടെ 21 അംഗ കമ്മിറ്റിയെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തു. പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ എബി കെ ബെൻ IPC ജനറൽ കൗൺസിൽ അംഗമായും പ്രവർത്തിക്കുന്നതാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട IPC കാനഡ റീജിയൻ ഭാരവാഹികൾക്ക് ഞങ്ങളുടെ പ്രത്യേക അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. പാസ്റ്റർ അനീഷ് കാവാലം മർത്തോമ സഭയിലേക്ക് മാറി എന്നുള്ള വാർത്ത വ്യാജമാണെന്ന് ഗുഡ് ന്യൂസിൻ്റെ ലേഖകൻ ഡെന്നി പുലിക്കോട്ടിൽ അറിയിക്കുന്നു. ഗുഡ് ന്യൂസ് ലേഖകൻ ഡെന്നി പുലിക്കാട്ടിൽ അനീഷ് കാവാലവും മർത്തോമ സഭയുടെ ഡോക്ടർ യു യാക്കിം മാർക്കൂറിലോ സഫ്രഗൻ മെത്രാപ്പോലിത്തയുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് ഈ വാർത്ത വ്യാജം എന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ചില ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ
അനീഷ് കാവാലം മർത്തോമ സഭയിലേക്ക് മാറി എന്നുള്ള വാർത്ത പ്രചരിച്ചിരുന്നു. പലരും ഞങ്ങളെ വിളിച്ച് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചു. എന്നാൽ അവസാനമായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അതൊരു വ്യാജ വാർത്തയാണെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗുഡ് ന്യൂസിൻ്റെ ഈ അടുത്ത പുതിയ ലക്കത്തിൻ്റെ 1-ാം പേജിൽ തന്നെ ഈ വാർത്ത ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഡെന്നി പുലിക്കോട്ടിൽ ആണ്. തോന്നക്കൽ പുരസ്കാരം ബ്രദർ സജി നെടുമ്പത്രയും PC ഗ്ലെന്നിയും ഏറ്റുവാങ്ങി. ടോമിൻ ജെ തച്ചങ്കരിൽ നിന്നാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. IPC ഷാർജ വർഷിപ്പ് സെൻറ്ററിൽ നടന്ന സമ്മേളനത്തിൽ പാസ്റ്റർ വിൽസൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രദർ ഷിബു മുള്ളംകാട്ടിൽ ആമുഖ സംഭാഷണം നടത്തി. കേരള പെൻഡക്കോസ്റ്റൽ റൈറ്റേഴ്സ് ഫോറം ന്യൂയോർക്ക് ചാപ്റ്റർ സംഘടിപ്പിച്ച ലേഖന മത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിച്ചു. മിനി തരിയൻ ന്യൂയോർക്ക്, പാസ്റ്റർ ജോമോൻ ജേക്കബ് എന്നിവർ മലയാള വിഭാഗത്തിലും, ജെറിൻ ജെയിംസ് ന്യൂയോർക്ക്, ജെന്നി എബ്രഹാം ന്യൂയോർക്ക്, ജെയ്മി ജോൺ എന്നിവർ ഇംഗ്ലീഷ് വിഭാഗത്തിലും സമ്മാനങ്ങൾ കരസ്ഥമാക്കി. ഇവർക്കുള്ള പുരസ്കാരങ്ങൾ പിന്നീട് നൽകുന്നതാണ്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് UPയിൽ മലയാളി പാസ്റ്ററായ പാസ്റ്റർ ജോസ് തോമസിനെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയാണ് പാസ്റ്റർ ജോസ് തോമസ്. സ്ഥലത്തുള്ള ബജ്രംഗാൾ പ്രവർത്തകൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭവനം റെയ്ഡ് ചെയ്ത് മതഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ വിശുദ്ധ ബൈബിൾ ഉൾപ്പെടെയുള്ള നിരവധി പുസ്തകങ്ങളും മറ്റ് സ്വകാര്യ സാധനങ്ങളുമൊക്കെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ വിടുതലിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാസ്റ്റർ ജോസ് തോമസിന് വേണ്ടി ഞങ്ങളുടെ പ്രേക്ഷകരും പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. വീണ്ടും UPയിലും നോർത്ത് ഇന്ത്യയിലും നടക്കുന്ന മതപീഡനങ്ങൾ, അനാവശ്യമായിരിക്കുന്ന അറസ്റ്റുകൾ അത് ന്യൂനപക്ഷത്തിൻ്റെ കൂടുതൽ ആശങ്ക വരുത്തുകയാണ്. ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ഈ സമയത്ത് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സുശിക്ഷ പ്രവർത്തകർക്കുണ്ടാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമേരിക്കയിലെ ഈസ്റ്റേൺ സംസ്ഥാനങ്ങളായ ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫിലദൽഫിയ, വാഷിങ്ടൺ, ബോസ്റ്റൺ, മാസച്യൂസെറ്റ്സ് എന്നീ സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞ ആഴ്ചയിൽ അതിശക്തമായ മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടു. ജനജീവിതം ദുസ്സഹമായി. അവിടെയെല്ലാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ത്യയിലേക്ക് പോകേണ്ടതും അതുപോലെ തന്നെ ആഭ്യന്തരവും അന്തർദേശീയവുമായ വിമാന സർവീസുകൾ പലതും റദ്ദാക്കി. സ്കൂളുകളും ഓഫീസുകളെല്ലാം അടഞ്ഞു കിടന്നു. ചില ദിവസങ്ങൾ തന്നെ വളരെ ദുസ്സഹമായിരിക്കുന്ന ജീവിതമാണ് ഈ സ്ഥലങ്ങളിലുള്ള ജനങ്ങൾ നയിച്ചത്. ഇപ്പോൾ സ്ഥിതിഗതികൾ ഭേദമായി വരുന്നതായി അവിടെ നിന്നുള്ള നമ്മുടെ പ്രവർത്തകർ അറിയിക്കുന്നു. TPM ദ പെന്തക്കോസ്റ്റ് മിഷൻ്റെ കോട്ടയം സെൻട്രൽ കൺവെൻഷൻ ഫെബ്രുവരി 26 ആരംഭിച്ച് മാർച്ച് 1 ഞായറാഴ്ച നാഗമ്പടം കൺവെൻഷൻ ഗ്രൗണ്ടിൽ നടക്കുന്നതാണ്. 5:45 PM സുശേഷ പ്രസംഗം, രാവിലെ 7 മണിക്ക് ബൈബിൾ ക്ലാസ്, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കാത്തിരിപ്പ് യോഗം എല്ലാം ഈ TPMൻ്റെ കോട്ടയം സെൻട്രൽ കൺവെൻഷനും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. TPMൻ്റെ സാർവദേശീയ കൺവെൻഷൻ മാർച്ച് 11 മുതൽ 15 വരെ മദ്രാസിൽ താമ്പരത്തിലുള്ള സമീപം ഇരുമ്പല്ലിയൂർ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ചീഫ് പാസ്റ്റർ എബ്രഹാം മാത്യുവിൻ്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടക്കും. ചർച്ച് ഓഫ് ഗോഡിൻ്റെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ പുതിയ ഓവർസിയറായി റവറൻഡ് ജെയ്ക്ക് ആൻ്റണി നിയമിതനായി. ചില വർഷങ്ങളായി അദ്ദേഹം ഈ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ മുൻനിര പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇനി ചില പ്രത്യേക വാർത്തകളാണ്. സ്വന്തമായി കല്ലറ പണിത കാത്തിരുന്ന ആൾ തൂങ്ങി മരിച്ചു. കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പോത്തൻകോട് സ്വദേശി P. മോഹൻ 72 വയസ്സുള്ള അദ്ദേഹം 10 വർഷം മുമ്പേ അദ്ദേഹത്തെ സംസ്കരിക്കാനുള്ള കല്ലറ തൻ്റെ സ്ഥലത്ത് തന്നെ, തൻ്റെ ഭവനത്തിനടുത്ത് തന്നെ പണിത് ഇട്ടിരുന്നു. കല്ലറ പണിത് അതിനുവേണ്ടി താൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഒന്നും തന്നെ സംഭവിക്കാത്തതുകൊണ്ട് താൻ സ്വയം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതായിട്ടാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു റിപ്പോർട്ടിൽ കാണുന്നത്. വീട്ടുകാർ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം അവിടെ തന്നെ അദ്ദേഹത്തെ അടക്കി. മറ്റൊരു കാര്യം അദ്ദേഹം ചെയ്തു. തൻ്റെ മരണാനന്തര ചിലവുകൾ മറ്റാരും വഹിക്കാതിരിക്കുന്നതിന് വേണ്ടി അതിനുള്ള പണവും അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിച്ചതായിട്ടാണ് വാർത്തകളിൽ പറയുന്നത്. മറ്റൊരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. പാലായിൽ അനധികൃത സ്ഥലത്ത് പണിത ഒരു കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ഒരു പരാതി കൊടുത്തു. ആ പരാതി പരിഗണിക്കാത്തത് കൊണ്ട് അദ്ദേഹം സ്വയം ഒരു ശവപ്പെട്ടിയിൽ കയറി കിടന്നുകൊണ്ട് താൻ സമരം നടത്തുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.
മുമ്പ് കണ്ടത് സ്വയം അദ്ദേഹം കല്ലറ പണിത് വെച്ചു. അതൊരു നല്ല കാര്യമാണ്. അമേരിക്കയിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ സെമിത്തേരിയിൽ നമ്മുടെ കല്ലറകൾ നേരത്തെ വാങ്ങി വെക്കാറുണ്ട്. എന്നാൽ വാങ്ങി വെച്ചിട്ടൊന്നും നടക്കാതെ ഇരിക്കുമ്പോൾ സ്വയം ആത്മഹത്യ ചെയ്ത് ആ കല്ലറയിലേക്ക് മാറുവാനുള്ള ഒരാളുടെ തീരുമാനമാണ് നമ്മൾ മുമ്പിലത്തെ വാർത്തയിൽ കണ്ടെങ്കിൽ ഈ വാർത്തയിൽ കാണുന്നത് ശവപ്പെട്ടിക്കകത്ത് കിടന്ന് സമരം ചെയ്യുന്നതാണ്. എന്താ അല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ നടക്കുന്നത്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.